സതീശൻ ഇതുവരെ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? സതീശൻ പറഞ്ഞിരുന്നത് ഞാൻ യഥാർത്ഥ ഇടതുപക്ഷമാണ്, ഞാൻ നെഹ്റൂവിയൻ ലെഫ്റ്റാണ്, യഥാർത്ഥ ഇടതുപക്ഷമാണ്. അപ്പൊ നമ്മുടെ നാട്ടില് ഒരു എഴുത്തുകാരൻ പറഞ്ഞു, ഞാൻ സതീശനിൽ ഒരു നെഹ്റുവിനെ കാണുന്നു. പറഞ്ഞയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. സതീശനിൽ ഒരു നെഹ്റുവിനെ കാണുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു, സതീശൻ ഒരു നെഹ്റു തൊപ്പി, അതുപോലെ മറ്റേ ഷെർവാണി കോട്ട് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സതീശനെ, നെഹ്റുവിന്റെ പുതിയ അവതാരമാണ് സതീശൻ. എന്താ നെഹ്റു പറഞ്ഞത്? നെഹ്റു ചെയ്തത് എന്താണ്? ഇന്ത്യയിലെ പൊതുമേഖലയെ കെട്ടിപ്പടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിന്റെ നയങ്ങളോട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൊതുമേഖലയെ കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണ് നെഹ്റു. ഇവിടെയോ സതീശന്റെ നയം എന്താണ്? പൊതുമേഖലയെ മുഴുവൻ സ്വകാര്യവൽക്കരിക്കണം എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ആസൂത്രണം, പ്ലാനിംഗ് നടപ്പാക്കിയത് ആരാണ്? നെഹ്റുവാണ്. സതീശൻ അധികാരത്തിൽ വന്നയുടൻ ചെയ്തത് എന്താ? നെഹ്റുവിനെയല്ല മാതൃകയാക്കിയത്, ആരെയാണ്? മോദിയാണ്. മോദി 2014 അധികാരത്തിൽ വന്നയുടൻ ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ, നെഹ്റു ആരംഭിച്ച പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു. എന്നിട്ട് പകരമുണ്ടാക്കിയതാണ് നീതി ആയോഗ്. എന്നിട്ട് മോദി പറഞ്ഞു, നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്ക് ആയിരിക്കും. സതീശൻ ഇപ്പൊ ചെയ്തത് എന്താ? പ്ലാനിംഗ് ബോർഡിനെ തിങ്ക് ടാങ്ക് ആക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണോ അതോ മോദിവിയൻ റൈറ്റ് ആണോ സതീശൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെഹ്റുവിന്റെ പേര് പറയുകയും മോദിയുടെ നയങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന സംഘപരിവാറിന്റെ ഏജന്റായിട്ടാണ് വി.ഡി. സതീശൻ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സംഘപരിവാറിന്റെ ഏജന്റ്, മറുഭാഗത്ത് അദാനി വിലക്കെടുത്ത മുഖ്യമന്ത്രി. അദാനി വിലക്കെടുത്ത മുഖ്യമന്ത്രിയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി മാറ്റിയത് കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം അധികാരത്തിലിരുന്ന LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ്. ആ വിഴിഞ്ഞത്തെ മുൻനിർത്തി കേരളത്തിന്റെ വ്യാവസായികമായിട്ടുള്ള വളർച്ചയ്ക്കും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും വേണ്ടി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പദ്ധതിയാണ് LDF സർക്കാർ നടപ്പാക്കിയത്. കാരണം സർക്കാർ പണം മുടക്കിയിട്ടുണ്ട്, വിഴിഞ്ഞത്ത് സർക്കാർ പണം മുടക്കിയിട്ടുണ്ട്. ആ വിഴിഞ്ഞത്തിന്റെ ലാഭം സർക്കാരിന് കിട്ടാനുള്ളതാണ്. പക്ഷേ സതീശൻ എന്ത് ചെയ്തു? സതീശൻ അധികാരത്തിൽ എത്തി 1 മാസത്തിനുള്ളിലാണ്, തിരക്ക് തിടുക്കെന്താന്ന് നോക്കിക്കൊള്ളണം, വിഴിഞ്ഞം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ഒരു കമ്പനിക്ക് വിൽക്കാൻ അദാനിയെ സമ്മതിച്ചു. അദാനിക്ക് അനുവാദം കൊടുത്തു. കാരണം സർക്കാരിന്റെ അനുവാദമില്ലാതെ 25% കൂടുതൽ ഓഹരി വിൽക്കാൻ പറ്റില്ല. 49% ഓഹരി വിൽക്കാൻ തീരുമാനിച്ചു. സതീശൻ അറിയാതെ വിൽക്കൂ. സതീശൻ വന്ദേ മാതരം അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു, എന്നാ ഞാനൊരു സത്യം പറയാൻ, ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഇന്നസെന്റ് മറ്റേ സിനിമയിൽ പറയുന്നില്ല അതുപോലെ. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ പ്രതിപക്ഷം ശക്തമായിട്ട് ഉയർത്തിയപ്പോ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ള സ്ഥിതി വന്നു. അപ്പൊ അദാനി എഴുതി കൊടുത്തു. ആരും അറിയാതെ, ഇരുചെവി അറിയാതെ സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കിയ കേരളത്തിന്റെ അഭിമാന പദ്ധതി അദാനിക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനിക്ക് വിൽക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തു. അധികാരത്തിലേറി 1 മാസത്തിനുള്ളിൽ ആരും അറിയാതെ ഡീൽ നടപ്പാക്കാമെന്നാണ് കരുതിയത്, കച്ചവടം ഉറപ്പിക്കാന്നാണ് കരുതിയത്. എന്താണ് ഉദ്ദേശം? മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പേ വി.ഡി. സതീശൻ ഒരു ചാർട്ടേഡ് വിമാനത്തിൽ, സ്പെഷ്യൽ എയർക്രാഫ്റ്റിൽ കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോയി. കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വന്ദേ ഭാരത് ഉണ്ട്, വളരെ പെട്ടെന്ന് എത്തുന്നതാണ്. പക്ഷെ ചാർട്ടേഡ് വിമാനത്തിൽ പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പിണറായി വിജയനാണ് ചാർട്ടേഡ് വിമാനത്തിൽ ഇതുപോലെ ഒരു രഹസ്യയാത്ര നടത്തിയത് എന്ന് കരുതുക. എന്തെല്ലാം പുകിലായിരിക്കുമേ കേരളത്തിൽ ഉണ്ടാവുക. മലയാള മനോരമ പരമ്പര എഴുതില്ലേ? സതീശനോട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ നട്ടലുള്ള ഒരു പത്രപ്രവർത്തകൻ കേരളത്തിലില്ല. ആരോ 1-2 ആൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഏത്? ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്നത്. എത്രയാണ് ചാർട്ടേഡ് വിമാനത്തിന്റെ വാടക? 25 ലക്ഷം. 25 ലക്ഷം വാടക കൊടുത്തത് ആരാണ്? എന്റെ വ്യക്തിപരമായ കാര്യമാണ്. മറുപടിയില്ല. അദ്ദേഹം പറയാണ്, ഒരു ചോദ്യവും മറുചോദ്യമില്ല. നമ്മളാണെങ്കിലും അതാണ്, ചോദ്യം മുഴുവൻ ആരോടെയുള്ളൂ? ഇടതുപക്ഷത്തോടെയുള്ളൂ. ഉത്തരം പറയേണ്ട ബാധ്യത ആർക്കേയുള്ളൂ? ഇടതുപക്ഷത്തിനേയുള്ളൂ. ഇടതുപക്ഷം മാത്രമേ പെർഫെക്റ്റ് ആവേണ്ടതുള്ളൂ. ഇവർക്ക് ഇതെല്ലാം അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്.
അത് കോൺഗ്രസുകാരുടെ അവകാശമാണ് എന്നാണ്. എന്തും ചെയ്യാം, ആരുടെ ചെലവിലും ജീവിക്കാം, ഏത് ഡീലും നടപ്പാക്കാം, അഴിമതി നടത്താം, കാശ് വാങ്ങാം. അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല. പക്ഷെ ഇടതുപക്ഷം എല്ലാത്തിനും മറുപടി പറയണം. അപ്പൊ അതിനുള്ള മറുപടി നിങ്ങൾ അവരെ പോലെ അല്ലല്ലോ. അതല്ല, അവരെ പോലെയല്ല ഇടതുപക്ഷം. ഇടതുപക്ഷം അവരെ പോലെയല്ല. പക്ഷെ അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ഉണ്ടല്ലോ, പ്രത്യേകമായ അവകാശം ഉണ്ടല്ലോ. കേരളത്തിലെ വലതുപക്ഷത്തിന് കൊടുക്കുന്ന അവരുടെ എല്ലാ കൊള്ളരുതായ്മകളെയും കേരളത്തിലെ മാധ്യമങ്ങൾ സാധൂകരിച്ചു കൊടുക്കും. ആ എല്ലാ കൊള്ളരുതായ്മകളെയും വെള്ളപൂശി കൊടുക്കും. അതാണ്. നോക്കൂ, അധികാരത്തിലെത്തി 3-ാമത്തെ ദിവസമാണ് ബെക്കാടി എന്ന് പറയുന്ന മദ്യക്കുത്തകയ്ക്ക് നികുതി ഇളവ് ചെയ്തു കൊടുക്കാനുള്ള ഫയൽ VD സതീശൻ വിളിച്ചു വരുത്തുന്നത്. 18-ാം തീയതി സത്യപ്രതിജ്ഞ, 21-ാം തീയതി ഫയൽ. ഏത് ഫയല്? 3.5 കൊല്ലം LDF സർക്കാരിന്റെ മുമ്പിൽ അനക്കമറ്റ് കടന്ന ഫയൽ. 3.5 കൊല്ലം മുമ്പുണ്ടായതാ. 2023 ഫെബ്രുവരി 22-ാം തീയതി വന്ന ഫയലാണ്. മദ്യക്കമ്പനിക്ക് നികുതി ഇളവ് കൊടുക്കണ്ട എന്ന് LDF സർക്കാർ തീരുമാനമെടുത്തു. 3.5 കൊല്ലമായിട്ട് ഫയൽ അനങ്ങിയില്ല. 2026 മെയ് 18-ന് സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മെയ് 21-ാം തീയതി ഫയൽ അനങ്ങി എന്ന് മാത്രമല്ല, ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിക്കുന്ന വേഗത്തിൽ 3:59-ന് തുടങ്ങിയ ഫയൽ നീക്കം 6:33 മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തി ഫയൽ. 3-ാമത്തെ ദിവസം 3.5 കൊല്ലം ചത്തുകിടന്ന ഫയൽ VD സതീശൻ മുഖ്യമന്ത്രിയായി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിന്നെ 24 ദിവസം സതീശൻ കയ്യിൽ വെച്ചു. ആരും അറിഞ്ഞില്ല. സ്വന്തം പാർട്ടി അറിഞ്ഞില്ല, സ്വന്തം മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രി അറിഞ്ഞില്ല, സ്വന്തം മുന്നണി അറിഞ്ഞില്ല. ഇരുചെവി അറിയാതെ ബജറ്റിൽ സതീശൻ ബെക്കാടി കമ്പനിക്ക് നികുതി ഇളവ്. എത്ര നികുതി ഇളവ്? LDF സർക്കാർ ചുമത്തിയ നികുതി 251%. എത്രയാക്കി കുറച്ചു? 120%ആക്കി കുറച്ചു. എത്ര ശതമാനത്തിന്റെ ആനുകൂല്യം? 131% ആനുകൂല്യം. പ്രതിപക്ഷ നേതാവാവുന്ന VD സതീശൻ നിയമസഭയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് എന്താ? പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക നികുതി കുറയ്ക്കണം സർക്കാർ. അതായിരുന്നു ക്ലാസ് എടുത്തത്. പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക നികുതി കുറയ്ക്കണം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോ എന്താ നിലപാട്? U-turn ആണ്. പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കാനാവില്ല, പക്ഷെ മദ്യക്കമ്പനിയുടെ നികുതി കുറയ്ക്കാട്ടോ, അതിന് വിരോധമില്ല. അത് എത്ര കുറയ്ക്കാം? 131% കുറയ്ക്കാം. പെട്രോൾ ഡീസൽ നികുതി 1% പോലും കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നേരത്തെ പറഞ്ഞുറപ്പിച്ച എല്ലാ കച്ചവടവും അധികാരത്തിലേറി ആരും ശ്രദ്ധിക്കുന്നതിന് മുമ്പ് 1 മാസത്തിനുള്ളിൽ തീർക്കാം എന്നാണ് സതീശൻ കരുതിയത്. അത് അദാനിയുമായിട്ടുള്ള ഡീലും ബെക്കാഡിയുമായിട്ടുള്ള ഡീലും എല്ലാം തീർക്കാൻ പെട്ടെന്നാണ്. ആരും അറിയുന്നതിന് മുമ്പ്, 4 ആൾ അറിയുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്യാം എന്നാണ് കണക്കാക്കിയത്. അപ്പൊ മുൻഗണന മദ്യക്കമ്പനിയും മുൻഗണന അദാനിയും ഒക്കെയാണ്.